ഹേ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബഹിരാകാശത്ത് എത്തിയിട്ട് താഴോട്ട് ഇറങ്ങാതെ നിൽക്കുന്ന ഒരൊറ്റ വ്യക്തിയാണ് അഖിൽ മാരാർ. എയറിൽ തന്നെ നിൽക്കുകയാണ്, താഴോട്ട് ഇറങ്ങാനേ താല്പര്യമില്ലാതെ എയറിൽ തന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഓരോ ദിവസം തോറും പറഞ്ഞ ആ ഒരു കാര്യത്തിനെ തേച്ച് വിളിപ്പിക്കാനായിട്ട് നോക്കിയാണ് എന്റെ ലാസ്റ്റത്തെ 18ാമത്തെ അടവ് എടുത്തോണ്ട് ലൈവില് വന്നേക്കാണ്. ഞാൻ എന്റെ 18ാമത്തെ അടവുമായിട്ട് ഇറങ്ങാൻ പോവാ. എന്റെ മക്കള് പറ, അച്ഛൻ ലക്ഷ്മി വഴക്ക് പറയാറുണ്ടോ? ഇല്ല, നീ ആണോ പറയുന്നത്? പൊന്നിനോടോ ചോദിച്ചത്? എന്റെ മക്കള് പഠിപ്പിച്ച് പറയുന്നതേ അല്ല, കറക്റ്റാ പറയുന്നത്. അവർക്ക് ഒരു തരിമ്പ് വിഷമം ഉണ്ടാക്കുന്ന ഒരു പണി ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പേരില് ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്റെ ഭാര്യയോ എന്റെ മക്കളോ അവർക്കൊരു വിഷമം തോന്നുന്നെന്ന് ഞാൻ കണ്ടാൽ 100% അവരെ വെച്ച് പരാതി കൊടുക്കും. ഈ കുട്ടികളുടെ പേരിൽ പരാതി കൊടുക്കും. ഒരു സംശയം വേണ്ട, എന്നെ നിങ്ങൾക്ക് ആക്ഷേപിക്കാം. ഞങ്ങളാരും കുട്ടികളെയോ ലക്ഷ്മി ചേച്ചിനെയോ ആരുമല്ല പറയുന്നത്. നിങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യം എൻജോയ് ചെയ്തിട്ടല്ല പ്രസവിക്കുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ മാത്രമാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മാത്രമാണ് ഞങ്ങൾ എല്ലാവരും പറയുന്നുള്ളൂ. അപ്പം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തോളൂ. എന്റെയും ഈ കുടുംബത്തിനകത്തും നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടന്റ് ആക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ അച്ഛനും അമ്മയും പാതിരാത്രിക്ക് കിടക്കുന്ന സമയത്ത് ഒളിക്യാമറ വെച്ചിട്ട് അത് കണ്ടന്റ് ആക്കി ആഘോഷിക്കും. ചിലപ്പം അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ മനോഹരമായ പല വിധത്തിലുള്ള കണ്ടന്റുകൾ കിട്ടും. അതെടുത്ത് വെച്ച് നിങ്ങളുടെ കണ്ടന്റ് ഉണ്ടാക്കി ആഘോഷിക്കും. കാര്യങ്ങളൊക്കെ ആ രണ്ട് കുട്ടികളുടെ മുന്നിൽ വെച്ച് പറയാൻ നാണമില്ലേ? ഒരു സംസ്കാരം ഇല്ലാതെ സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇങ്ങനത്തെ കാര്യങ്ങൾ ആരും എല്ലാവരും അവരുടെ വീഡിയോസ് ബെഡ്റൂമിൽ വെച്ചിട്ട് വീഡിയോസ് എടുക്കുന്ന രീതിയിലൊന്നുമല്ല. ഇത് ആരെയോ ഒരാളെ ഫോക്കസ് ചെയ്തിട്ട് സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾ ആരും അത്രയ്ക്കും ഗതിയില്ലാത്ത ആൾക്കാരല്ല. സത്യം പറഞ്ഞ ആ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഈ തെറിയും മോശമായിട്ടുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്കെതിരെയാണ് ആക്ച്വലി കേസ് കൊടുക്കേണ്ടത്. നീ എന്താ അക്ഷരം മിണ്ടാതിരിക്കുന്നത്? അല്ലെങ്കിൽ നീ എന്റെ നെഞ്ചത്ത് കയറുന്നതാണല്ലോ. കുറെ എണ്ണം നീ നിന്റെ വിഷമം കണ്ടിട്ട് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ടെന്ന് നീ ഒന്ന് പറ. നിനക്ക് പറയാൻ പറ്റില്ല ഞാൻ ലൈവ് വന്നത്. നീയാണ് സംസാരിക്കേണ്ടത്. ഞാൻ ലൈവ് വന്നതിന്റെ കാരണം നീ സംസാരിക്കാൻ വേണ്ടിട്ടാ. ഇപ്പോഴാണ് ശരിക്കും ശശിയായത്. ലൈവിന്റെ ഇടയിൽ വെച്ചിട്ട് ഇത്രയും മോശമായിട്ട് സംസാരിക്കണമെങ്കിൽ നമുക്ക് ലൈവ് കണ്ടോണ്ട് നിൽക്കുന്ന നമുക്ക് വരെ മനസ്സിലാകും എന്താണ് വീട്ടിലെ ബാക്കി സാഹചര്യം എന്ന്. കാലത്തൊന്നും താഴോട്ട് ഇറങ്ങാൻ സാധ്യതയില്ലാന്ന് തോന്നുന്നു. ഇതിനെ അടിച്ച് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വരും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജസ്റ്റ് ഒന്ന് കമന്റിൽ അറിയിക്കാം. അപ്പൊ വീഡിയോ ഇത്രയുള്ളൂ. Makai no sora de pika pika Chibiyaku made mo kokoro wa pura Warate hashite doki doki ron Chotto henna pa wagaban Kuroi tsubasa fura